നല്ല വെന്ത ചോറിൽ പുളിയില്ലാത്ത തൈരൊഴിച്ച് ഉപ്പിട്ട് എരിവും രുചിയുള്ള കരിനെല്ലിക്കയിട്ട് കുഴച്ച് ഒന്ന് കഴിച്ച എങ്ങനെ ഉണ്ടാകും? ഇതുപോലെ ആസ്വദിച്ച് വേറൊരു സാധനം ഞാൻ നിന്നിട്ടുള്ള നമ്മുടെ പഴഞ്ഞി വീഡിയോ ഇല്ലേ, പിന്നെ മധുരക്കടുകും. അതിന് ശേഷം എനിക്ക് എന്താ പറയാ, തിന്നത് മതിയായില്ല എന്ന് തോന്നിയിട്ടുള്ളത് രക്ഷയില്ല കേട്ടോ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ സ്പെഷ്യൽ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് മെനക്കെടാറില്ല. അത്രയും സമയം, ഒരു 30 ദിവസം. നമ്മൾ സാധാരണ എന്തെങ്കിലും ചട്ടിയിലിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് കഴിക്കണം, അതല്ലേ നമ്മളുടെ ഒരു ഇതങ്ങനെയല്ല. ഒരു 30 ദിവസത്തെ പണി കൊണ്ട് ഈ സാധനം നമുക്ക് കഴിക്കാൻ പറ്റുന്നു. കൂടുതൽ ആമുഖമൊന്നുമില്ല. നല്ല ഒന്നാം തരം ട്രഡീഷണൽ കരിനെല്ലിക്ക, അതും 50 കിലോ നെല്ലിക്കയുടെ കരിനെല്ലിക്കയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അത് അപ്പോൾ ഒരു 10-20 കിലോയോളം അച്ചാറുണ്ടാവും. അതാണ് നമുക്കിന്ന് കാണാൻ പോകുന്നത്. അപ്പൊ കരിനെല്ലിക്ക എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കാമേ. കാന്താരി ഇല്ലാതെ അന്നമ്മയ്ക്ക് ജീവിതമില്ല നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇത് കാന്താരി വലിയൊരു പിടി മതി നമുക്ക് അച്ചാറിന്. കാരണം എന്താണെന്നറിയോ, കരിനെല്ലിക്കയിൽ കാന്താരിയിൽ കുളിപ്പിച്ചിട്ടാണ് കറുപ്പിച്ചിങ്ങോട്ട് കുട്ടാനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മതി. കറിവേപ്പിലേക്ക് നമുക്ക് പഞ്ഞമില്ല, അതുകൊണ്ട് നാടൻ കറിവേപ്പില ഇടാവുള്ളൂ. നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പിലാണെങ്കിൽ ഇട്ടേക്കരുത് കേട്ടോ. നാടൻ കറിവേപ്പില ധാരാളമായി പോടുങ്കോ. 1/2 കിലോ ഇഞ്ചി നന്നാക്കി ചെറുതാക്കി അരിഞ്ഞതാണ് ഈ കാണുന്നത്. 1/2 കിലോ വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് കുഞ്ഞായിട്ട് അരിയണം കേട്ടോ. 3 ടേബിൾ സ്പൂൺ നമ്മളുടെ നാടൻ കുരുമുളക് പൊടിച്ചത്, ക്രഷ് ചെയ്തത്, ഫൈൻ അല്ല കേട്ടോ. കടുക് നല്ല ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് വറുത്ത് പൊടിച്ചത് 3 ടേബിൾ സ്പൂൺ. സാധാരണ നമ്മുടെ മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ. ഉലുവ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വറുത്ത് പൊടിച്ചത് ഒരു 3 ടേബിൾ സ്പൂൺ. സാധാരണ നിങ്ങൾ കായ പൊടിയാണ് ചേർക്കാറ് അല്ലേ. ഇതാണ് നമ്മുടെ കരിനെല്ലിക്ക അച്ചാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. നമ്മൾ നല്ല മരച്ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി എണ്ണ ഇട്ടിട്ട് അരച്ചെടുക്കുന്നതാണ് കായം. അപ്പോൾ നമ്മളിതാ ഉരുളി നല്ല തിളച്ച് ചൂടായിട്ടുണ്ട്. നമ്മൾ 2 ലിറ്ററോളം നല്ലെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെളുത്തുള്ളി ഇടുവാണ്. അപ്പോൾ ഇതാ ഇത്രയും മൂത്തു കേട്ടോ. മൂത്തതിന് ശേഷം മാത്രം നമ്മൾ ഇഞ്ചി ഇടുവാണേ. നമ്മൾ നോർമലി ഇഞ്ചിയല്ലേ ആദ്യം ഇടുക, ഇത് നേരെ തിരിച്ചാട്ടോ. മൊത്തത്തിൽ പക്കാ ട്രഡീഷണൽ സ്റ്റൈൽ തന്നെയാണ്. ഞാൻ എളുപ്പ പരിപാടിയല്ലേ, ഇതിന് എളുപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ കറിവേപ്പില മൊത്തമായിട്ട് നമ്മൾ ഇടുവാണേ. കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില ഇടുവാണ് കേട്ടോ. എന്നിട്ട് ഒരു കിലി 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 എന്നുള്ളൊരു സൗണ്ട് കേൾക്കില്ലേ നമ്മൾ വറുത്ത് വരുമ്പോൾ, അതുവരെയാണ് അതിൻ്റെ ഒരു പാകം. പെരുത്ത തീയും ഉരുളിയും നല്ല പുളിവിറകുമാണ്, അതുകൊണ്ട് ഒരു സെക്കൻഡ് ഇവിടുന്ന് നമുക്ക് കണ്ണു മാറ്റാൻ നിവൃത്തിയില്ല കേട്ടോ. പന്നമ ചിലക്കണ പോലെ കറിവേപ്പിലയും ചിലക്കാൻ തുടങ്ങി കേട്ടോ. കല പല കല 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 എന്ന് എനിക്ക് സഹിക്കുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, ഒരു പിടി കാന്താരി ഇട്ടാ ഓടെ വായടയ്ക്കാൻ പോവാന്ന്. അപ്പം അതാ ഒരു പിടി കാന്താരി മതി കേട്ടോ. നമുക്ക് ഒരുപാട് വേണ്ട. ഇതും ഇനി നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല, നമ്മൾ പറിച്ചെടുക്കുന്ന ഫ്രഷ് കാന്താരി. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കാന്താരിക്ക് ഒരു കുഴപ്പമുണ്ട്, നമ്മൾ മുറിക്കാതെയല്ലേ ഇടുന്നത്. ഒട്ടും എന്താ പറയുക, നമ്മളോടൊരു സോഫ്റ്റ്നെസ് ഇല്ല. എണ്ണയിൽ കിടക്കുമ്പോൾ പൊട്ടിങ്ങ് മുഖത്തേക്ക് തെറിക്കും കണ്ട. പിന്നെ ഈ സന്തോഷമൊന്നും കാണത്തില്ല. നമുക്കിത് കീറിയിടേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അത് ഈ ഒരു സ്റ്റെപ്പ് ആവുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നല്ല പണിയാണ്. കരിനെല്ലിക്ക നല്ല ചോറിലേക്ക് നല്ല പുളിയില്ലാത്ത തൈരും ഇത് ഇട്ട് കുഴച്ചങ്ങ് അടിക്കുന്ന സുഖമേ കരിനെല്ലിക്ക ഉണ്ടാക്കുമ്പോൾ ഇല്ല. അതുകൊണ്ട് നോർമലി ഞാൻ ഈ പരിപാടിക്ക് നിൽക്കാറില്ല. ഞാൻ മിനുവിനെ കൊണ്ട് ഉണ്ടാക്കിക്കാറാണ് പതിവ്. എനിക്കും എൻ്റെ ഫ്രണ്ട്സിനുള്ളതൊക്കെ ഉണ്ടാക്കിക്കാറാണ് പതിവ്. അപ്പം അങ്ങനെ എല്ലാവരും തിന്ന് ആണ് നമ്മൾ മിനുവിനെ നിർബന്ധിക്കുന്നത്. എല്ലാവർക്കും എന്തൊരു ദുഷ്ടനാടോ, എൻ്റെ കണ്ണടക്കാൻ പോകും. കാന്താരിക്കൊരു മഴയില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ഗൾഫിലേക്കും US ഒക്കെ പോകുമ്പോൾ കൊണ്ടുവന്ന് തുടങ്ങി. അങ്ങനെ ഞാൻ ബലമായിട്ട് ആശാത്തിനെ കൊണ്ട് തുടങ്ങിപ്പിച്ചതാണ്. ഭയങ്കര നല്ല രീതിയിലാണ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏതെങ്കിലും വീഡിയോയിലേ എൻ്റെ മുടി ഇങ്ങനെ ഒതുക്കി കെട്ടി തലയിൽ ക്യാപ്പൊക്കെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടോ? വന്നപ്പോഴേ മിനു എൻ്റെ തലയിൽ ഇത് വെച്ച് തന്നു. എൻ്റെ വിശേഷം ഇതിവിടെ നടക്കത്തില്ല, എനിക്കിത് ആളുകൾക്ക് കൊടുക്കേണ്ടതാന്ന് പറഞ്ഞു. ഓരോ സ്റ്റെപ്പ് അത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ഹോം മെയ്ഡ് പ്രോഡക്ട്സ് ആണെങ്കിൽ പോലും ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതൊരു 30 ദിവസം നമ്മൾ അടുപ്പിൽ വെച്ച് ചട്ടിയിൽ വെച്ച് ചുമന്ന ചട്ടിയിൽ 30 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെയാവും. 30 ദിവസം 25-30 ദിവസം അടുപ്പിൽ വെച്ച് കനലിൽ വെച്ച് ആക്കിയതിന് ശേഷമുള്ള കരിനെല്ലിക്കാണിത്. 50 കിലോ ആണ് ഈ ബാച്ചിൽ മീൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. 50 കിലോ നമ്മൾ സാധാരണ നെല്ലിക്ക നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം അങ്ങേറ്റം കിട്ടുക 20 കിലോ ആണ്. അയ്യോ എന്നാ വേണമെന്നറിയോ, ആ കാന്താരിയും കറിവേപ്പിലയും കിടക്കുന്നുണ്ട്. അതിൻ്റെ കുരുന്നൊക്കെ ഏകദേശം വേർപിച്ചിട്ടുണ്ടെങ്കിൽ സത്യമായിട്ട് ഒരു നുള്ളു വായിൽ വെള്ളം വന്നിട്ട് ഞാൻ എൻ്റെ അകത്ത് കൈയിട്ട് പാരി അവളെ കാല് തല്ലി. പെർഫെക്റ്റ് ആണ്, രക്ഷയില്ല കേട്ടോ. എന്താണെങ്കിലും ഒരു സ്പൂണ് തരി.
അല്ലെങ്കിൽ ഞാനിന്ന് അച്ചാർ ഉണ്ടാക്കുമ്പോഴത്തേനും ഇവിടെ വീഴും. കാന്താരി അടക്കം അങ്ങ് കോരട്ടെ കേട്ടോ. നല്ല പുളി, നല്ല എരിവ്, നല്ല ഉപ്പ്. ഇത് ആദ്യമായിട്ടാണ്, പക്ഷെ ചെറിയൊരു മധുരം തിന്നു കഴിഞ്ഞപ്പം. പൊന്തം നെല്ലിക്കയല്ല ഉപയോഗിക്കുന്നത് കേട്ടോ, നല്ല ചെറിയ നാടൻ നെല്ലിക്കയാണ് ഉപയോഗിക്കുന്നത്. കണ്ടല്ലോ, പരിസര പ്രദേശങ്ങളിലൊക്കെ ആദിവാസി കോളനി ഒത്തിരി ഉണ്ട്. തിരുമണി ഭാഗത്തുണ്ട്, ആലുവായി ഭാഗത്തുണ്ട്. അവരോട് പറഞ്ഞ് കാട്ടുന്നും നാട്ടുന്നും ഒക്കെ സംഘടിപ്പിക്കുന്ന പക്ക നാടൻ നെല്ലിക്കയാണ്. കണ്ടോ, ഇത് തിന്നാ എൻ്റെ ഇടപാട് തരും. അത്ര പുളിയായിരിക്കും, അത്ര ഗുണമായിരിക്കും. ഈ സാധനം മാത്രമേ നമ്മൾ കരിനെല്ലിക്കയ്ക്ക് ഇടാറുള്ളൂ. മൂത്തെല്ലാം റെഡി ആയിട്ടോ. നമ്മൾ പൊടി ഇടുകയാണ്. ആദ്യം കുരുമുളക് പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, കടുക് പൊടി ഇട്ടു, ഉലുവപ്പൊടി ഇട്ടു, പിന്നെ നമ്മുടെ വെന്ത വെളിച്ചെണ്ണയിൽ ചാരിച്ച വറുത്ത കായത്തിന്റെ ഗ്രേവി അങ്ങ് ഇട്ടു. തീ വല്ലാതെ കുറച്ച് കേട്ടോ, തീ നല്ല കുറച്ചിട്ടുണ്ട്. ഇനിയുള്ള ഓരോ സ്റ്റേജ് നമ്മൾ ഏറ്റവും സ്പീഡിൽ ചെയ്യണം, കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പൊ ദാ ഇങ്ങനെ ഇതൊന്ന് എടുത്തു, കുറേശ്ശെ എടുക്കണം കേട്ടോ. വേറെ തവിയൊന്നും ഞാൻ ഇടുന്നില്ല, നമ്മൾ ഇതുവരെ ഇട്ട തവി. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ശ്രദ്ധിക്കണം. കുറേശ്ശെ എടുത്ത് ഇതുമായിട്ട് യോജിപ്പിച്ചിട്ടേ, അതെ, വീഡിയോ എടുക്കലും ഇടലും പറയലും എല്ലാം കൂടെ നടക്കണില്ല. അപ്പം ഞാനിത് ഫുൾ ഒന്ന് യോജിപ്പിച്ചിട്ട് നിങ്ങളിത് കാണിച്ചു തരാം കേട്ടോ. ശരിക്കും ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പണി കേട്ടോ. കാരണം 20 കിലോ കരിനെല്ലിക്കയിലോട്ട് നമ്മുടെ മസാല മൊത്തം പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പം ഇത് തീ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഓരോ സ്പൂണിലും ഈ എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് വരണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ പിന്നെ കുറച്ചല്ലേ ഉണ്ടാക്കുള്ളൂ, കുഴപ്പമില്ല. ഏറ്റവും ട്രഡീഷണലായ കരിനെല്ലിക്ക ഇതാ റെഡി ആയിട്ടുണ്ട്. സാധാരണ നെല്ലിക്ക എങ്ങനെയാണ് ഇങ്ങനെ കരിനെല്ലിക്ക ആക്കുന്നത്, അച്ചാറല്ല കേട്ടോ, നെല്ലിക്ക ആക്കുന്നതെന്ന് ഞാൻ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് പച്ച കുരുമുളക് നമുക്ക് വേണം, നല്ല മൂത്ത പച്ചക്കുരുമുളക് വേണം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് വാങ്ങണ്ട, ഞങ്ങൾക്ക് തന്നെ ഇടണം എന്നുണ്ടെങ്കിൽ അനമേത് കാണിച്ചു തരണ്ടേ. അപ്പം നമ്മൾ ആദ്യം നമ്മളിപ്പോൾ മീൻ വറക്കുമ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കറിവേപ്പില അല്ലേ, അതുപോലെ നല്ല നാടൻ കറിവേപ്പില ഒരു ബെഡ് ഉണ്ടാക്കുകയാണ്, അടുക്കി പിടിക്കാതിരിക്കാനും. അതിൻ്റെ ഫ്ലേവർ വരുമല്ലോ ഓൾറെഡി. ഒരു ബെഡ് പോലെ അടിയിൽ ഇങ്ങനെ വെച്ചാൽ, കാരണം നമ്മൾ ഇത് 10, 25, 30 ദിവസം വരെയൊക്കെ ഡിപ്പെൻസ്, നമ്മൾ തീ കത്തിക്കുന്ന പോലെ നമ്മുടെ കനൽ പോലെ നമുക്ക് വെക്കേണ്ടതാണ്. ഇത് നമ്മുടെ നല്ല നാടൻ നെല്ലിക്ക കഴുകി വെള്ളം തുറന്നതാണ് കേട്ടോ. നല്ല പുളി, ഇനിയിപ്പോൾ വെള്ളം കുടിച്ചാൽ മധുരമുണ്ടാവും. ഇനി നമ്മളിതാ ഇത് വാരി ഈ ചട്ടിയുടെ വക്കിൻ്റെ താഴെ വരെ അങ്ങിടാം. ഇതിപ്പോൾ 3 കിലോ ആണ്. ഇതിൻ്റെ മുകളിൽ ഇനി നമ്മൾ വേണ്ട സാധനങ്ങൾ ഇടുവാണ് കേട്ടോ. കല്ലുപ്പ് ഒരു പിടി, കല്ലുപ്പ് തന്നെ വേണേ, പൊടിയുപ്പ് പാടില്ല. കല്ലുപ്പ് ഇതാ ഞാൻ പറഞ്ഞല്ലോ, കാന്താരിയിൽ കൂട്ടറെ കുളിപ്പിച്ച് കിടത്തുകയാണ്. ഈ കാന്താരി മൊത്തം എനിക്ക് തോന്നുന്നത് ഇതൊരു 1/2 കിലോ കാന്താരി എങ്കിലും ഉണ്ടാവും കേട്ടോ. അതാണ് നമ്മുടെ കരിനെല്ലിക്കയിലെ സ്പെഷ്യലാക്കുന്ന മറ്റൊരു ഐറ്റം. അത് നല്ല നാടൻ കാന്താരിയാണ്, വെള്ളക്കാന്താരി ഒന്നുമില്ല, നല്ല പച്ച നാടൻ കാന്താരി. ഒരു 6-7 തണ്ട് പച്ച കുരുമുളക് വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പച്ച വെള്ളമാണ് ഒഴിക്കുക. ഈ ചട്ടിയുടെ പകുതി വരുന്നൊരു കണക്കാണ് ഒഴിക്കുക കേട്ടോ. നമുക്കൊരു കണക്കുണ്ടാവുമല്ലോ. നല്ല വാഴയില വാട്ടി നമ്മളിങ്ങ് പൊതിഞ്ഞ് കെട്ടി വെച്ചേക്കുവാണ് കേട്ടോ. ആദ്യത്തെ 2 ദിവസം നമ്മൾ ഫുള്ള് നമ്മൾ തീയിൽ നമ്മൾ ഇതിനെ തിളപ്പിക്കും. നമുക്കപ്പോൾ ഇത് തുറന്ന് നോക്കുന്ന പരിപാടിയില്ല കേട്ടോ. 30 ദിവസം കഴിഞ്ഞേ തുറക്കുള്ളൂ. തിളയ്ക്കുന്ന വെച്ചാൽ നമുക്ക് കേൾക്കാം, അപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. പിറ്റേ ദിവസം അതേപോലെ തിളപ്പിക്കും, മതി. പിന്നെ ബാക്കിയുള്ള 20-25 ദിവസം നമ്മൾ കനലിൽ വെക്കണം. എത്ര നേരം വെക്കണം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് ആവി വരും, നമുക്കറിയാം, നമുക്ക് ഫീൽ ചെയ്യും, അതുവരെ വെക്കണം. സാധാരണ നമ്മൾ തുണിയല്ലാട്ടോ കെട്ടുക. തുണി കെട്ടി ഇനിയിപ്പോൾ ഇത് ഞാൻ മാറ്റും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി കെട്ടിയാൽ 3 ദിവസം കഴിയുമ്പോൾ ഇത് കരിഞ്ഞു പോകും. സാധാരണ നമ്മുടെ കവുങ്ങില്ലേ, നമ്മുടെ ഫാമിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇവിടെ മൊത്തമായിട്ട് അതൊന്ന് കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ അകത്തുനിന്ന് നാരെടുത്തിട്ട് അതാണ് കെട്ടുക. അത് കെട്ടുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 ദിവസം ആയാലും ആ സാധനം അനങ്ങത്തില്ല. ചോറെടുത്തു, അതിൻ്റെ മുകളിൽ ധാരാളം പുളി ഇല്ലാത്ത തൈര്, കാരണം നമ്മുടെ അച്ചാറിന് അത്യാവശ്യം പുളി ഉണ്ടല്ലോ. കല്ലുപ്പിൻ്റെ നീര്, ഇതാ എൻ്റെ അനിയത്തിയുടെ അച്ചാറാണ്, മിനു മാമാസ് പിക്ക്. ഉണ്ടാക്കുന്ന രീതിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. സീൽ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഇന്ന് ഉണ്ടാക്കിയതല്ല ഞാൻ ഈ കാണിക്കുന്നത്, അവളിപ്പോൾ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. പഴകും തോറുമാണ് ഇതിന് ടേസ്റ്റ് കൂടുക. അപ്പം ഇന്ന് എൻ്റെ കൂടെ 2 കഥാപാത്രങ്ങളുണ്ട്. നമ്മുടെ മിനുവിൻ്റെ ട്വിൻസാണ് കേട്ടോ. അവർ നൂഷാനിയുടെ തീറ്റ നേരിട്ട് കാണാൻ വന്നേക്കാണ്. അപ്പം നമ്മൾ നമ്മുടെ ചോറും തൈരും കരിനെല്ലിക്കയും കൂടെ കുഴയ്ക്കാൻ പോവാണ്. ദേ കുരുവൊക്കെ ഇങ്ങനെ എടുത്ത് കളയാം. നല്ല പല്ലിന് ബലമുള്ളവർക്ക് കടിച്ച് മറിച്ച് തിന്നാം. കാരണം ആ കുരുവിൽ പോലും നേരത്തെ ഞാൻ കാണിച്ചല്ലോ, കുരുവിൽ പോലും കാന്താരിയുടെയും നെല്ലിക്കയുടെയും ടേസ്റ്റ് വരികയുണ്ട് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടി ഇടണമായിരുന്നു. മീനു പറഞ്ഞു ചേച്ചി എരിഞ്ഞിട്ട് പണിയാവുന്നു. നോക്കടി മുത്തേ, നോക്കടി മുത്തേ, അപ്പുറം കണ്ടോ. ഇതുങ്ങളൊന്നുമേ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാട്ടോ ഇരിക്കണുണ്ടല്ലേ. ഇതിന് എന്താണ് ഇഷ്ടം? ചോറാണോ ഇഷ്ടം, ചോക്ലേറ്റ് ആണോ ഇഷ്ടം? ചോക്ലേറ്റാ? അയ്യടാ, ഉഷാനിനെ പോലെ ശക്തിമത്തായി ആവണ്ടേ? ഉണ്ടേ വേണം, വേണ്ടാന്ന്. ഉഷാനിനെ പോലെ ആവണ്ട, അത് മതിയായിരുന്നു. എടി ഒരു ഉരുള തരട്ടെടി, വേണ്ട
അബ്രാമിന് ഒരു ഉരുള തരട്ടെ? ആ കണ്ട, അടിപൊളി. അവളും പോയി അവളും പോയി. അപ്പം നമുക്കേ ഒട്ടും ക്ഷമിക്കാനില്ല, അങ്ങ് തിന്നു തന്നെ. മീനു പറയുന്നത് ഭയങ്കര എരിവാണ്, ഇത് മതിയെന്ന്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഓ, കഞ്ഞീരെ കൂടെയാണെങ്കിൽ ഇത് നല്ല പടക്കുമായിരുന്നു അല്ലേ? ആ, ഇറക്കി കഴിയുമ്പോൾ എരിവുണ്ട്, നല്ല പുളിയുണ്ട്. അതിൽ ഏറ്റവും രസം എന്താണെന്ന് അറിയോ, ഈ നാടൻ നെല്ലിക്കയുടെ ഒരു ഗുണമാണ്, നമ്മൾ നാടൻ നെല്ലിക്കയാണ് ഇട്ടത് കൊണ്ട് ഇത്രയും എരിവും ഉപ്പും പുളി എല്ലാം ചെന്നിട്ടും നമ്മൾ ഈ കരിനെല്ലിക്ക തന്നെ കഴിച്ച് കഴിയുമ്പോൾ വായിൽ ലാസ്റ്റ് ഫീൽ ചെയ്യണത് മധുരമാണ്. അതാണ് അതിൻ്റെ ഒരു ഗുണം. കത്തി പിന്നെ മച്ചാനേ എന്താ കയ്യിലിരിക്കുന്നില്ല. അവർക്ക് അമ്മയുടെ തീറ്റ കണ്ടിട്ട് അവർക്ക് മടുത്ത്. നല്ല പനിച്ച് വിറച്ചൊക്കെ ഇരിക്കുമ്പം നമുക്ക് തൈര് കഴിക്കാൻ പറ്റില്ല. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, നല്ല നമ്മുടെ ചുമന്ന മട്ടേരി ചോറില്ലേ, നല്ല കുക്കറിൽ നല്ല അടുപ്പിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കഞ്ഞി വെച്ച് ചൂടോടുകൂടി ഈ കരിനെല്ലിക്ക ഇട്ടിട്ട് ഒരു പിടി പിടിച്ച് നോക്കിയേ, അതിലും മാസമായിരിക്കും. നോക്കിക്കേ, ഫുൾ ടാങ്ക് അടിച്ചിട്ട് വന്നിട്ട് നിൽക്കുകയാണ് മീനു. മീനു 5 മാസം ഗർഭിണിയാണ് കേട്ടോ. കഴിക്കണ കണ്ടിട്ട് കൊതി വരുന്നത് പണ്ടാരെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കൊതി. ഇതുവരെ പരിചയപ്പെടുത്താതിരുന്ന താരമാണ് ഇത്. ഇത് എൻ്റെ അമ്മയ്ക്ക് ഒരേ ഒരു ആങ്ങളേ ഉള്ളൂ കേട്ടോ, കോശിയങ്ങളിന് 2 മക്കളാണ് ഉള്ളത്, മിഥുൻ കോശിയും മിനു കോശിയും. സജിനിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. 2 കുഞ്ഞു ട്രോഫികളുണ്ട്, ടീംസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അല്ലേ ഇടയ്ക്ക്, ഇവള് ആദ്യം ഇവൾക്ക് എന്നെക്കാളും പാചകത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഇപ്പം എത്ര നാളായി മിനു ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? 8 മാസമായി. അവള് ഭയങ്കര സെയിലായിരുന്നു കേട്ടോ. വൈബ്സ് ഓഫ് കേരള രഞ്ജിസ് കറി ഉണ്ടല്ലോ, അദ്ദേഹമൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ആശാദിക്ക് ഓർഡർ കൊണ്ട് ഇരിക്കാൻ പറ്റാതെ അതിൻ്റെ ഇടയിൽ കൂടെ അടുത്ത ആള് വന്നു. ഇത് കുഞ്ഞാവ മാത്രമല്ല കേട്ടോ, ഇപ്പൊ ഒരു പറ ചോറിട്ട് കള്ളി ഇപ്പൊ വന്നേ ഉള്ളൂ. ഞാൻ കുഴച്ചടിക്കുന്നത് കണ്ടിട്ട് അത്രയുണ്ട് രഞ്ജി. അതിൽ രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഗർഭിണി ആയതിനു ശേഷം ഇവള് തിന്നിട്ടില്ല. ഇല്ലല്ലോ, അവൾക്ക് ഉണ്ടാക്കി വയറും വെച്ചിട്ടാണ് അവള് മണം പറ്റിയിട്ടില്ല, അവള് തിന്നിട്ടില്ല. ഈ 5 മാസത്തിന് ശേഷം ആദ്യമാണ് തിന്നുന്നത്. മീനു ഇത്ര നാൾ കൊടുത്തതില് എല്ലാവരും എന്താ അഭിപ്രായം പറയണത്? അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഉണ്ടാക്കുന്ന സ്റ്റേജ് നിങ്ങളെ കണ്ടിട്ട് 30 ദിവസം നിങ്ങൾക്ക് പണിപ്പെട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ജോലിക്കാരാണ്, ബുദ്ധിമുട്ടാണെങ്കിൽ മീനുണ്ടേന്ന് നിങ്ങൾക്ക് വാങ്ങാം. കുറച്ചും കൂടെ എരിവുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ്. ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കൊറിയറിലായിട്ട് അയച്ചു കിട്ടുക. അതിൻ്റെ വിലയും ഡീറ്റെയിൽസൊക്കെ മീനുവിൻ്റെ നമ്പർ ഞാൻ തരാം, വിളിച്ചാൽ മതി. ഇതുപോലെ ആസ്വദിച്ച് വേറൊരു സാധനം ഞാൻ നിന്നിട്ടുള്ള നമ്മുടെ പഴഞ്ഞി വീഡിയോ ഇല്ലേ, പിന്നെ മധുരക്കഴുകും. അതിന് ശേഷം എനിക്ക് എന്താ പറയുക, തിന്നത് മതിയായില്ല എന്ന് തോന്നിയിട്ടുള്ളത് രക്ഷയില്ല കേട്ടോ. നിന്നോട് ഞാൻ ചോദിച്ചല്ലേ വേണോന്ന്, എന്നിട്ട് ഇനി കൊതി വിട്ടിട്ട് അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടാക്കിയാണ്ടല്ലോ, ഇനിയാണ് കുഞ്ഞുകാരുണ്ട്. എന്നോട് ഞാൻ ചോദിച്ചല്ലേ ഇനി കള്ളത്തീ വേണോന്ന്. കണ്ടോ, ചോറ് തിന്നാൻ മടിയുള്ള പിള്ളേര് പോലും അന്നമ്മ തിന്നണുണ്ട്. കൊതിച്ചതേ വന്നിരുന്നു. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഏറ്റവും നാടൻ സാധനമാണ്. ഏറ്റവും തൊട്ട് നോക്കി ഇന്ത്യൻ സുന്ദരി എങ്ങനെയുണ്ട്? ഏറ്റവും നാടൻ സാധനങ്ങളും ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളും ഇടുന്നുള്ളൂ. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു കെമിക്കലും ഇല്ല, നമ്മുടെ ഇവിടെ തന്നെ എല്ലാം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. വേണ്ടവർ ഇതാ മീനുവിനെ കോൺടാക്ട് ചെയ്യുക, വാങ്ങാം. അപ്പം കൂടുതലൊന്നുമില്ല, അടുത്തൊരു കിടലൻ എപ്പിസോഡ് ആയിട്ട് വരുന്നവരെ കൈ കാണിക്കാൻ മേല. നിങ്ങളുടെ സ്വന്തം അന്നമ്മ.